നേരിട്ട് വാർത്തകളിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നേരിട്ട് 50% വിവിപാറ്റ് എണ്ണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. 21 പ്രതിപക്ഷ പാർട്ടികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണാനായിരുന്നു സുപ്രീം കോടതി വിധി. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ശരത്ത്, അതായത് 50% വിവിപാറ്റ് രസീതുകളും എണ്ണണമെന്ന ആവശ്യമാണോ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരിക്കുന്നത്? നേരത്തെ ഒരു മണ്ഡലത്തിലെ 5 ബൂത്തുകളിലെ രസീതുകൾ എണ്ണാനായിരുന്നല്ലോ നിർദ്ദേശം വന്നിരുന്നത്. ഇത് മാറ്റി 50% മാറ്റണം എന്നാണോ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പുനഃപരിശോധനാ ഹർജിയിലൂടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മനു, ഏപ്രിൽ 8-നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് 5 വിവിപാറ്റ് മെഷീൻ വീതം ഒരു നിയമസഭാ മണ്ഡലത്തിൽ വെച്ച് എണ്ണണമെന്നുള്ള ഒരു തീരുമാനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ 50% വിവിപാറ്റ് മെഷീനുകൾ എണ്ണണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലാണ് ഇത്തരമൊരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഇത് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യവും ആയാണ് ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി 21 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിവിധ 3 ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം എന്ന് പറയുന്നത് പല വോട്ടിംഗ് യന്ത്രങ്ങളിലും ക്രമക്കേട് ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എന്തു തന്നെയായാലും 50% വിവിപാറ്റുകളും എണ്ണണമെന്നുള്ള ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 50% വിവിപാറ്റുകൾ എണ്ണണമെന്നുള്ള മുൻ ആവശ്യത്തിൽ തന്നെ വീണ്ടും ഉറച്ചു നിന്നുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയുടെ ഏപ്രിൽ 8 വിധി പ്രകാരം ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 5 വിവിപാറ്റ് മെഷീനുകൾ വീതം എണ്ണണമെന്നുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ വോട്ടർമാർക്കും സംതൃപ്തി നൽകുന്നതാകും ഇത്തരത്തിൽ വിവിപാറ്റുകൾ എണ്ണാനുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ 5% വിവിപാറ്റ് യന്ത്രങ്ങൾ എണ്ണുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ഉത്തരവും വന്നത്. എന്നാൽ അതുപോരാ, മറിച്ച് 50% തന്നെ വിവിപാറ്റ് മെഷീനുകൾ എണ്ണണമെന്നുള്ള ആവശ്യത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ 3 ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ തന്നെയാണ്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ തവണ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദം കേൾക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരമൊരു ആവശ്യം അംഗീകരിക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം വിവിപാറ്റ് മെഷീനുകൾ ഇത്തരത്തിൽ 50% എണ്ണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിൽ കാര്യമായ ഒരു വൈകൽ ഉണ്ടാകാൻ സാഹചര്യമൊരുക്കും. ഏതാണ്ട് 5-6 ദിവസത്തോളം എടുത്താൽ മാത്രമേ പൂർണ്ണമായും ഇത്തരത്തിൽ 50% വിവിപാറ്റുകൾ എണ്ണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അഭിപ്രായങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി 5% വിവിപാറ്റുകൾ എണ്ണാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഏതായാലും സുപ്രീം കോടതി കഴിഞ്ഞ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉത്തരവ് പ്രാബല്യത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 302 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ളതും നിർണായകമാണ്. കാരണം പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുനഃപരിശോധനാ ഹർജി ഉടൻ പരിഗണിക്കുമോ, തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപായി തന്നെ അന്തിമ തീരുമാനം എടുക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഏറെ നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്ന ഒരു നീക്കത്തിലേക്ക് ഒരുപക്ഷെ ഈ ഒരു തീരുമാനം സുപ്രീം കോടതി ഉടൻ ഒരു തീരുമാനം എടുത്താൽ അത് മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനു, ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണം സുപ്രീം കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിച്ചേക്കും. ഉന്നത ഉദ്യോഗസ്ഥർ ചേംബറിലെത്താൻ കോടതിയുടെ നിർദ്ദേശം. ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് സമിതി നോട്ടീസ് നൽകി. ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം അന്വേഷിക്കാൻ ആഭ്യന്തര സമിതിയെ നിയോഗിച്ചതിന് പിന്നാലെയാണ് ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ ശ്രമം നടന്നുവെന്ന ആക്ഷേപവും പ്രത്യേക സംഘം അന്വേഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. CBI ജോയിന്റ് ഡയറക്ടർ പോലീസ് IB ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം രാജ്യത്തെ ഉന്നത കോർപ്പറേറ്റ് സ്ഥാപനത്തിന് വേണ്ടിയാണെന്ന് ഉത്സവ് സിംഗ് ബൈൻസ് വാദിച്ചു. മുദ്രവച്ച കവറിൽ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ഇതിന്റെ തെളിവുകളും കൈമാറി. ഉത്സവ് ബൈൻസിന് പോലീസ് സംരക്ഷണം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ശക്തികൾക്കെതിരെ ഇതേവരെ നടപടിയെടുക്കാൻ ഒരു ചീഫ് ജസ്റ്റിസിനും സാധിച്ചില്ല. എന്നാൽ നിയമ സംവിധാനത്തെ ശുദ്ധീകരിക്കാനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രമമെന്ന് കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. കേസ് പരിഗണിക്കുന്നതിനിടെ വാദിക്കാൻ ശ്രമിച്ച ഇന്ദിരാ ജയ്സിംഗിനെ കോടതി വിലക്കി.
ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതി ഏപ്രിൽ 26-ന് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാനും നോട്ടീസ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതാവ് ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. വർഗീയ പ്രസംഗത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPIM നേതാവ് വി ശിവൻകുട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ശ്രീധരൻപിള്ളയ്ക്ക് കോടതി നോട്ടീസ് അയച്ചത്. എന്ത് സാഹചര്യത്തിലാണ് മതവിദ്വേഷം കലർന്ന പ്രസംഗം നടത്തിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇനി കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വേനലവധിക്ക് ശേഷം കോടതി വീണ്ടും ചേരുമ്പോൾ ശ്രീധരൻപിള്ളയുടെ വിശദീകരണം കോടതി പരിശോധിക്കും. ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു BJP അധ്യക്ഷന്റെ വിവാദ പ്രസംഗം. ബല്ലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ച ഭീകരർ ഇസ്ലാമാണോ എന്നറിയണമെങ്കിൽ വസ്ത്രം മാറി നോക്കണമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗം. ഇതിനെതിരെ വലിയ വിമർശനമുയർന്നുവെന്നെങ്കിലും CPIM നേതാവ് വി ശിവൻകുട്ടി മാത്രമാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. പ്രചരണ രംഗത്ത് വർഗീയത ആയുധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കടന്നുപോയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആദ്യമായുണ്ടായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. MP-യും BJP നേതാവുമായ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള MP-യാണ് ഉദിത് രാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ് പാർട്ടി വിടാൻ കാരണം. ഉദിത്തിനെ ഒഴിവാക്കി ഗായകൻ ഹൻസ്രാജ് ഹൻസിനാണ് ഇത്തവണ BJP സീറ്റ് നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ട്വിറ്ററിൽ നിന്ന് ഉദിത് രാജ് ചൌക്കീദർ എന്നത് നീക്കം ചെയ്തിരുന്നു. BJP-യുടെ നിലപാട് ദളിത് വിരുദ്ധമാണെന്നും ദളിതനായതുകൊണ്ടാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതെന്നുമാണ് ഉദിത് രാജ് പറഞ്ഞത്. കല്ലട ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ്സുടമ കല്ലട സുരേഷ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരായേക്കും. ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് സുരേഷിന് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ കല്ലട സുരേഷ് ഇന്ന് പോലീസിന് മുമ്പാകെ ഹാജരാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? 7 പേരാണല്ലോ അറസ്റ്റിലായിട്ടുള്ളത്. എന്നാൽ യാത്രക്കാരുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ മർദ്ദിച്ചത് ഇതിൽ കൂടുതൽ എണ്ണം ആളുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണോ? മനു, ഈ കല്ലട ബസ്സിൻ്റെ ഉടമ കല്ലട സുരേഷ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായിട്ടില്ല. അദ്ദേഹം ഇനി വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. കല്ലട സുരേഷ് ഹാജരാക്കാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഒരിക്കൽ കൂടി കല്ലട സുരേഷിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് അയക്കാം, അല്ലെങ്കിൽ കേസെടുക്കാവുന്ന സാഹചര്യം. ഇതിലേത് വേണം എന്നുള്ളതാണ് പോലീസ് തീരുമാനിക്കുക. കല്ലട സുരേഷിനെതിരെ ഒരുപക്ഷെ കർശന നടപടി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ആ നടപടികൾ അടുത്ത ദിവസം തന്നെ പോലീസ് അത് സംബന്ധിച്ച തീരുമാനമെടുക്കും. നേരത്തെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മരട് SI ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷണം തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിക്കൊണ്ട് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹമാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത്. തൃക്കാക്കര ACP ഇന്ന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലാണ് ഉള്ളത്. കാരണം ഈ മർദ്ദനമേറ്റ യാത്രക്കാരിൽ ചിലർ ചികിത്സയിലുള്ളത് തമിഴ്നാട്ടിലുണ്ട്. അവരുടെ മൊഴിയെടുക്കാനായാണ് ACP അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇവരുടെ ഈ യാത്രക്കാരുടെ മൊഴി അനുസരിച്ച് തങ്ങളെ മർദ്ദിച്ച സംഘത്തിൽ ഏതാണ്ട് 15ഓളം പേർ ഉണ്ട് എന്നുള്ളതാണ് അവർ ഏറ്റവും ഒടുവിലായി മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ കല്ലട ബസ്സിലെ ജീവനക്കാരാണ്. ആദ്യം 2 പേരെയും പിന്നീട് 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ 7 ജീവനക്കാർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ 7 പേർ മാത്രമല്ല, ഈ ബസ് വൈറ്റിലെത്തി ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ജീവനക്കാർക്ക് പുറമെ മറ്റ് 8 പേർ കൂടി ഈ ബസ്സിലേക്ക് കടന്നു കയറുകയും തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആകെ മൊത്തം 15 പേർ ഈ കേസിൽ പ്രതികളായി ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഉള്ളത്. എന്നാൽ പോലീസ് സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം നൽകിയിട്ടില്ല. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും 7 പേർക്ക് പുറമെ ബാക്കിയുള്ളവരെ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവരെ കൂടി ഉടൻ കണ്ടെത്തി അവരുടെ കുറ്റം തെളിയുകയാണെങ്കിൽ അവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാവുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. UP മുൻ മുഖ്യമന്ത്രി ND തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ദില്ലി ക്രൈംബ്രാഞ്ച്. രോഹിതിന്റെ ഭാര്യ അപൂർവയെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് രോഹിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്വാസം മുട്ടിയാണ് മരണമെന്ന് എയിംസിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു. വിഷ്ണു നൽകും വിശദാംശങ്ങൾ. വിഷ്ണു, പൂർണ്ണമായും കൊലപാതകമാണെന്ന് ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ സാധ്യതകളാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് ദില്ലി പോലീസിനെ എത്തിച്ചത്? മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ്?
മനു, കഴിഞ്ഞ 16-ാം തീയതിയാണ് UP മുൻ മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരിയുടെ മകൻ രോഹിത് ശേഖറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇത് മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഈ സംശയങ്ങൾ അത്രയും കുടുംബാംഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ സംശയങ്ങൾ ഉയർന്നതും. ഇതിനെ തുടർന്നാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തിയതും. ഈ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ രോഹിത്തിന്റെ പോസ്റ്റ്മോർട്ടം ദില്ലി എയിംസിലാണ് നടത്തിയത്. ഈ എയിംസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് ശ്വാസം മുട്ടിച്ച് കൊന്നതാകാമെന്നുള്ള ഒരു റിപ്പോർട്ട്, ഒരു സാധ്യത ചൂണ്ടിക്കാട്ടിയത്. ഇതിനെ തുടർന്ന് പോലീസ് എത്തിച്ചേർന്ന നിഗമനം രോഹിത്തിന്റെ ശരീരത്ത് ബലം പ്രയോഗിച്ചതിന്റെയോ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ കടന്നു കയറിയതിന്റെയോ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഒരാളുടെ സഹായത്തെയാണ് രോഹിത്തിനെ കൊലപ്പെടുത്തിയത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. അതോടൊപ്പം തന്നെ രോഹിത് ശേഖറിന്റെ അമ്മയുടെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാവുകയും ചെയ്തു. രോഹിത്തിന്റെ അമ്മ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് രോഹിതും ഭാര്യയും തമ്മിൽ വളരെ നല്ല ഒരു വിവാഹബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇവർ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം മുതൽ തന്നെ വഴക്ക് കൂടാറുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും അത് ഒരു തല്ല് ഉണ്ടാകുന്ന വക്കിൽ വരെ എത്തുകയും ചെയ്തിരുന്നെന്ന് രോഹിത്തിന്റെ അമ്മ പോലീസിന് മൊഴി നൽകുകയുണ്ടായി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രോഹിത്തിന്റെ ഭാര്യ അപൂർവയെയും വീട്ടിലുള്ള 2 ജോലിക്കാരെയും കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പോലീസ് ദില്ലി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ താനാണ് കൊലപാതകം ചെയ്തത് എന്നിപ്പോൾ അപൂർവ സമ്മതിച്ചതായിട്ട് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശരി വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും. ഇത്തവണ ഇടതുകോട്ട തകർക്കാമെന്ന പ്രതീക്ഷയിലാണ് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. സ്ഥാനാർത്ഥി കൈരളി ന്യൂസിനോടൊപ്പം തന്റെ പ്രചരണാനുഭവങ്ങളും പ്രതീക്ഷയും പങ്കുവച്ചു. ശക്തമായ പ്രചരണത്തിനൊടുവിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത ഇടതുകോട്ട എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 3 തവണയും A സമ്പത്ത് MP-ആയി സിറ്റിംഗ് MP-ആയി തന്നെ മത്സരിക്കുന്ന മണ്ഡലം. ഇവിടേക്കാണ് കോന്നിയുടെ നായകൻ എന്ന പ്രതിച്ഛായയോടുകൂടി അടൂർ പ്രകാശിന്റെ വരവ്. അടൂർ പ്രകാശ് ശക്തമായ ഒരു പ്രചരണം ഈ മണ്ഡലത്തിൽ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷകളാണ് കൈരളി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. സ്ഥാനാർത്ഥി നമുക്കൊപ്പമുണ്ട്. ഏതൊക്കെ തരത്തിലാണ് താങ്കളുടെ പ്രതീക്ഷ? ജനങ്ങളുടെ ഒരു പ്രതികരണം വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ ഉണ്ടായത്. അത് പല വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ വികസന പ്രവർത്തനം. 2 എന്ന് പറയുന്നത് MP-യുടെ ഒരു സാന്നിധ്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞാൻ MP-യുടെ സാന്നിധ്യത്തെക്കുറിച്ചൊന്നും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഞാനില്ല. കാരണം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ആറ്റിങ്ങൽ കാലുകുത്തുന്ന നാൾ മുതൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഒന്ന്, വികസന പ്രവർത്തന രംഗത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇരുളടഞ്ഞ ഒരു വികസനമാണ് ഇവിടെ നടക്കുന്നത്. അതിന് പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതെന്ന് പറയുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പോളിങ്ങിലൂടെ ശതമാനത്തിലുള്ള വർധനവുണ്ടായതും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ള അത്തരത്തിലാണ്. ഈ ഒരുപോലെ തീരദേശവും മലയോര മേഖലയും ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. എങ്ങനെയാണ് അവിടെ ജനങ്ങളുടെ ഒരു പ്രതികരണം താങ്കൾക്ക് അനുഭവപ്പെട്ടത്? ഞാൻ തീരദേശത്തും ഉണ്ടായിരുന്നു, മലയോര പ്രദേശത്തും ഞാൻ പോയ ഒരാളാണ്. തീരദേശത്തൊക്കെ ഒരു വലിയ അപ്രതീക്ഷിതമായ ഒരു വലിയ ആവേശമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അവരുടെ ഒരു ആവേശത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പോലും മനസ്സുകൊണ്ട് വലിയ സംതൃപ്തിയാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തും അവരുടെ ജംഗ്ഷൻ വിസിറ്റ് ആണെങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പര്യടനം നടത്തുമ്പോഴും ഒക്കെ എനിക്ക് ലഭ്യമായത് തീരദേശത്തും അതേപോലെ തന്നെ മലയോര മേഖലയിലും ഇതേപോലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. ഞാൻ മലയോര മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം മലയോര മേഖലയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഞാൻ അച്ചടിച്ചിറക്കിയ എൻ്റെ ഒരു ചെറിയ പുസ്തകത്തിൽ ആ കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് മാത്രം ഒന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ അത് വായിക്കാനും അത് മനസ്സിലാക്കാനും അവരൊരു വലിയ പ്രതീക്ഷയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്.
തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പരാതികൾ, വോട്ട് ഒരു പ്രത്യേക പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് വടക്കേ ഇന്ത്യയിൽ മാത്രം കേട്ടിരുന്നത് കേരളത്തിലേക്കും എത്തുന്നു. ഏത് തരത്തിലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്? അത് ഈ വോട്ടിംഗ് മെഷീനിലുള്ള എന്തൊക്കെയോ തകരാറിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ എനിക്ക് വായിക്കാനിടയായി. അത് ഒരുപക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഞാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ശരിയല്ല. എങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അത് പരിശോധന നടത്തേണ്ടിയിരുന്നു. പരിശോധന നടത്തേണ്ടതിന് പകരം പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യാനും അതിന് നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമായിട്ട് ഞാനതിനെ കാണുന്നില്ല. അത്തരം കാര്യങ്ങൾ ചെയ്തത് ഒരു ന്യായീകരിക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ടതാണ് മണ്ഡലത്തിൽ, അതായത് ഇന്ത്യയിൽ യുവാക്കളുടെ വലിയ ഒരു രാജ്യത്തെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ റോളുകൾ കൈകാര്യം ചെയ്യുന്ന യുവാക്കളുള്ള കേരളമാണ്. കേരളത്തിൽ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ വലിയ ഒരു യുവാക്കളുടെ സാന്നിധ്യമുണ്ട്. യുവാക്കളുടെ പ്രതികരണവും പുതിയ വോട്ടിംഗ് പാറ്റേണും എല്ലാം എത്രത്തോളം സഹായകരമാകുമെന്നാണ് വിശ്വസിക്കുന്നത്? യുവാക്കളുടെ ഒരു വലിയ പ്രതികരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ളത് അവരുടെ നാട്ടിൽ ചില വികസന പ്രവർത്തനം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അവർ രാഷ്ട്രീയമൊന്നും മാത്രമായിട്ട് അവരെടുക്കുന്നവരല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ ചിന്തിക്കുന്നവരാണ്. അവരുടെ ചിന്ത മറ്റുള്ള ആളുകൾക്കുണ്ടാകുന്ന അതേ വികസന പ്രവർത്തനങ്ങൾ അവരുടെ നാട്ടിലും ഉണ്ടാകണമെന്ന് ഒരു പുതിയ തലമുറ അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അവർ ആഗ്രഹിച്ചത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവരുന്നയിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയ മാറ്റം ഈ കാര്യത്തിൽ അവരുടെ ചിന്തയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ആണ് എൻ്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ യുവാക്കളിൽ തന്നെയാണ്. രാഷ്ട്രീയത്തിനതീതമായ ഒരു വോട്ട് പാറ്റേൺ ആറ്റിങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ വിജയം ഉറപ്പിക്കാമെന്നു തന്നെയാണ് അടൂർ പ്രകാശിന്റെയും ചിന്ത. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മഹാറാണി സിൽക്സ് ന്യൂസ് ഇൻ ബ്രീഫ് ബ്രോട്ട് ടു യു ബൈ മഹാറാണി സിൽക്സ്. വയനാടിന്റെ റാണി ഇനി മഹാറാണി സിൽക്സ് കൽപ്പറ്റ. സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ കൊളംബോയിലേക്കുള്ള വിമാനയാത്ര പിഴവില്ലാതെ റദ്ദാക്കാനും തീയതി മാറ്റാനും അവസരമൊരുക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും. 24 വരെയുള്ള യാത്രകൾക്കാണ് ഇത് ബാധകമാവുക. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ആദ്യ ഉച്ചകോടി വ്യാഴാഴ്ച റഷ്യയുടെ പസഫിക് തീരത്തെ വ്ളാഡോവോസ്റ്റോക്ക് നഗരത്തിൽ നടക്കും. കൊറിയൻ മേഖലയിലെ ആണവ പ്രതിസന്ധിയാവും മുഖ്യ ചർച്ചാ വിഷയം. ജാപ്പനീസ് തലസ്ഥാനത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ പുരാണിക് യോഗേന്ദ്രയ്ക്ക് ജയം. ജാപ്പനീസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹം.